അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയിലുള്ളത് കർണാടകയിലുള്ള പുത്തൂരെന്നോ ഏതോ ഒരു സ്ഥലത്തുള്ള ഒരു സത്താറാജിയാണ്. അയാളെ എന്തോ ഒരു അസുഖം, അത് സ്വപ്നത്തിൽ സർജറി നടന്നു എന്നുള്ള വീഡിയോ ആണ്. നിങ്ങൾക്കിപ്പോൾ കാണാം. ഒരു ചെറിയ പാത്രത്തിൽ ഒരു പഞ്ഞിയിൽ ബ്ലഡ് ഉണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് മുടിയുണ്ട്. പിന്നെ എന്തോ ഒരു സാധനം ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ആളുടെ വേറൊരു ഭാഗത്തുള്ള ഇയാൾ എഴുന്നേറ്റിരുന്ന് മുറിവ് കാണിച്ചു തരുന്നൊരു വീഡിയോ ഉണ്ട്. അത് കാണാം. അത് കഴിഞ്ഞ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അത് നമുക്ക് ആ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാം. അത് കഴിഞ്ഞ് ഇതിനൊപ്പം പ്രചരിക്കുന്ന വോയിസ് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ട് ആളുകൾ കർണാടകയിൽ നിന്ന് വിളിച്ചിരുന്നു. അവരുമായിട്ടുള്ള ആ ഫോൺ സംഭാഷണം കേൾക്കാണ്ട് അത് നമുക്ക് അവസാനത്തിൽ കേൾക്കാം. അതിനു മുമ്പ് ചെറിയ കാര്യങ്ങൾ വേറെ കേൾക്കാനുണ്ട്. ഓക്കെ, വീഡിയോ കണ്ടുള്ളൂ. മുറിവ് തൊട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഉവ്വ പ്ലാസ്റ്റർ. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഇസ്ലാമിൻ്റെ പേരിലാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദാവൂദുൽ ഹക്കീം എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് തന്നെ ഒരു തെളിവുമില്ല. അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല. പിന്നെ എന്താണ് അത് സംബന്ധമായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കേൾക്കാം, കാണാം. അതിനു മുമ്പ് നമുക്കിതിനൊപ്പം പ്രചരിക്കുന്ന ആ വോയിസ് ഒന്ന് കേൾക്കേണ്ടതുണ്ട്. കേട്ടു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇയാള് ജനത സ്കെയിൽ ബസാറിന്റെ റസാഖ് ഹാജി പപ്പാളികന്റെ ഇയാള് ഭയങ്കര ഒരു നിസ്കരിച്ചോണ്ട് വരുന്നോണ്ടിരിക്കുന്ന ആള്. ഇയാൾക്ക് എന്തോ ബാറ്റിലെന്തോ പ്രോബ്ലം വന്നിട്ട് ഇയാളും ദാവൂദുൽ ഹക്കീം തങ്ങളുടെ പേരിൽ ചെറിട്ട് ഇങ്ങനെ കുറെ യാസീൻ അതെല്ലാം ഓതി വന്ന് പിന്നെ ഇയാൾക്ക് വരുന്ന കിനാവ് കണ്ടല്ലോ, നിങ്ങൾ വരുന്ന ഒറ്റക്ക് ഒരു റൂമിൽ കിടക്കണമെന്നിട്ട് അങ്ങനെ ദാവൂദ് തങ്ങള് മുത്തുപേട്ട 3 മണിക്ക് വന്നിട്ട് ഓപ്പറേഷൻ ആക്കിയ അവസ്ഥയിൽ ഇന്നലെല്ലാം മുഞ്ഞാൻ നടന്ന സംഭവം ഇത്. ഇന്നലെല്ലാം മുഞ്ഞാൻ റസാഖാജിന്റെ ഇളയാവും ജനത സ്കെയിൽ ഉണ്ടല്ലേ പുത്തൂരില് പള്ളിന്റെ ബിൽഡിങ്ങില് അയാളായത് നോക്കി എന്ത് ചന്തം ഓപ്പറേഷൻ 3 മണിക്ക് അയാളെ തിരിവെക്കെല്ലാം ശബ്ദം കേട്ടിനി മുണ്ടെല്ലാം ചേർന്ന് കേൾക്കും. 3 മണിയാവും അങ്ങനത്തെ അവസ്ഥ. ഓക്കെ. ഇത് കർണാടകയിലുള്ള കന്നഡ അറിയുന്ന ഒരാൾ മലയാളികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യമുള്ളത്, ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന ഔലിയ മൂപ്പര് വന്നിട്ട് പുലർച്ചെ 3 മണിക്ക് ഈ സത്താറാജി അല്ല റസാഖാജിയുടെ വയറൊക്കെ മുറിച്ച് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് പുതിയ തരത്തിലുള്ള ബാൻഡേജ് അതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനൊരു കാര്യം ഇസ്ലാമിൽ തമിഴ്നാട് 1-2 ജാറത്തിലല്ലാതെ കേട്ടുകേൾവി പറഞ്ഞ് പ്രചരിപ്പിക്കലല്ലാതെ ഇസ്ലാമിൽ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് ആരെങ്കിലും ഔലിയമാർ വന്നിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുക, തുന്നിക്കൂട്ടുക, ഇങ്ങനത്തെ ഒരു സംഭവം ഇസ്ലാമിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും പ്രമാണത്തിൽ പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ അത് എവിടുന്ന് ഉണ്ടായി? അത് എവിടുന്ന് ഉണ്ടായി എന്നുള്ളത് അത് ഈ ഉണ്ടാക്കിയവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവമല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം എത്രയോ സഹാബികൾ പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒക്കെ വഫാത്താവുന്നത്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് സാദാസീദ വഫാത്തായിട്ടുള്ളത്. ബാക്കി 3 പേരും ഷഹാദത്ത് വരിക്കുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വിഷം കൊടുത്താണ് ചതിയിലൂടെ വധിച്ചു കളഞ്ഞത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദിവസങ്ങളോളം വീട്ടിൽ തടങ്കലിൽ വെച്ചുകൊണ്ടാണ് ക്രൂരമായിട്ട് വധിച്ചു കളഞ്ഞത്, കഴുത്തറുത്താണ് കൊന്നുകളഞ്ഞതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരിക്കൽ പോലും റസൂലുള്ള അവിടെ കത്തിമടലുമായിട്ട് വന്നിട്ടില്ല, ഓപ്പറേഷനോ അല്ലെങ്കിൽ മുറിവ് തുന്നിക്കൂട്ടാനോ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഖുലഫാഉർ റാഷിദീങ്ങൾ, പ്രവാചകൻ്റെ കാലശേഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെയും കാലശേഷം
പിന്നീട് സ്വഹാബാക്കൾ അഷറത്തുൽ മുബശ്ശിരീനൊക്കെ വഫാത്തായി പോയതിന് ശേഷം സ്വഹാബാക്കൾ പല ആളുകളും പല രോഗം കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇവരാരും കവർന്ന് കയറി വന്നിട്ട് ഇവർ ഓപ്പറേഷൻ ചെയ്യുകയോ മരുന്ന് കൊടുക്കുകയോ ഒഴിഞ്ഞു കളയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തതായിട്ട് എവിടെയും കേട്ടിട്ടില്ല. താബീങ്ങളുടെ കാലത്തില്ല, താബീങ്ങളുടെ കാലത്തില്ല, അഇമ്മത്തുൽ അർബ അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടില്ല. പിന്നെ ഇവിടുന്ന് ചെങ്ങായിമാരെ ഇവർക്ക് ഇത് കിട്ടിയത് അല്ലേ? അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ്, ആരാണ് ദാവൂദുൽ ഹക്കീം എന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേട്ടോക്കൂ. മുത്തുപേട്ട ദർഗയും ഹസ്രത്ത് ദാവൂദ് ഹക്കീം റാഉം. മുത്തുപേട്ടയിലെ ജംബാവനോടയിലുള്ള ഈ ദർഗ വിശുദ്ധ ഹസ്രത്ത് ഹക്കീം ഷെയ്ഖ് ദാവൂദ് കാമിൽ വലിയുല്ലാഹി എന്ന മഹാനുടേതാണ്. ഏകദേശം 1000 വർഷത്തെ പഴക്കം ഈ ചരിത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പ്രധാന വിവരങ്ങൾ ഇവയാണ്. അത്ഭുത സംഭവം. 1000 വർഷങ്ങൾക്ക് മുമ്പ് ജംബുവനോടൈ സ്വദേശിയായ കോനാർ എന്ന കർഷകൻ നിലം ഉഴുതുകൊണ്ടിരിക്കെ ദർഗ നിൽക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കുകയും തുടർന്ന് അവിടെ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. കാഴ്ച നഷ്ടപ്പെടൽ. ഈ സംഭവത്തിന് തൊട്ടുപിന്നാലെ കോനാർ എന്ന കർഷകന്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. സ്ഥാനം. ഇത് തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലുള്ള മുത്തുപേട്ടയിലെ ജംബാവനോടൈ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദർഗയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ 18 അടി നീളമുള്ള ജാറം എന്നത് വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ്. ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്നത് തമിഴ്നാട് മുത്തുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, അതിൻ്റെ ഡീപ്പായിട്ടുള്ള അടുത്ത പ്രദേശം കൂടി അതിൽ പറയുന്നുണ്ട്. അവിടെ 1000 വർഷങ്ങൾക്ക് മുമ്പ് കാണപ്പെട്ട ഒരാൾ മൂത്രമൊഴിച്ചപ്പോൾ അവിടെ രക്തം പൊന്തി. ആ രക്തം പൊന്തിയത് അവിടെ അയാളുടെ കാഴ്ച പോയി. പിന്നീട് കാഴ്ച കിട്ടുന്നത് സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട്. അപ്പോൾ എന്തായി? സനത് സ്വപ്നമായി. പ്രവാചകന്മാരുടെ സ്വപ്നമാണ് വാഹിയെ. ബാക്കിയുള്ളവരുടെയൊക്കെ സ്വപ്നത്തിന് എന്ത് തെളിവാണുള്ളത്, എന്ത് അടിസ്ഥാനമുള്ളത് ഒക്കെ അവിടെ വെക്കട്ടെ. അങ്ങനെ 1000 വർഷം മുമ്പേ ഉണ്ടായി എന്ന് പറയുന്ന ഒരു ജാറം, ആ ജാറത്തിലെ ദാവൂദുൽ ഹക്കീം, ഈ ദാവൂദുൽ ഹക്കീമിനെ കുറിച്ച് തന്നെ മറ്റൊരു കഥയും കൂടിയുണ്ട്. എന്താണ് കഥ? മൂസ നബി അലൈഹി സ്വലാമയുടെ കാലത്ത് വന്നതാണ് എന്നൊക്കെ പാച്ച ബ്ലണ്ടർ, എമ്മാരി വെല്ലിക്കാട്ട് ബ്ലണ്ടറാണ് ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അവിടെ നിൽക്കട്ടെ. 18 അടി നീളാണ് കബറ്. ഒരാളെ ഹൈറ്റിനും വെയിറ്റിനും ആണല്ലോ കബർ ഉണ്ടാക്കുക. 18 അടി നീളം ഓക്കെ, വീതി സാധാ മനുഷ്യൻ്റെ. അതെന്താ ഇപ്പം അങ്ങനെ ഉണ്ടായത്? ആയിക്കോട്ടെ, നമുക്ക് കഥയിൽ ചോദ്യമല്ല. എന്നാൽ 18 അടി നീളമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂലോകത്ത് ജനിച്ചതിനോ ജീവിച്ചതിനോ മരിച്ചതിനോ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ട് വല്ല ഫോസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ചരിത്രപരമായിട്ട് വല്ല തെളിവുണ്ടോ? അതും ഒന്ന് നമുക്ക് എഐനോട് ചോദിച്ചു നോക്കാം. കേട്ടു നോക്കൂ. 18 അടി നീളമുള്ള മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതിന് നിലവിൽ ശാസ്ത്രീയമായോ പുരാവസ്തു ഗവേഷണപരമായോ ആർക്കിയോളജിക്കൽ സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകൾ ലഭ്യമല്ല. മതപരമായ വിശ്വാസങ്ങളിലും നാടോടിക്കഥകളിലും ഇത്തരം പരാമർശങ്ങളുണ്ടെങ്കിലും ശാസ്ത്രീയമായ വശങ്ങൾ പരിശോധിച്ചാൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1. ശാസ്ത്രീയമായ പരിമിതികൾ. സ്ക്വയർ ക്യൂബ് ലോ. ഭൗതികശാസ്ത്രത്തിലെ സ്ക്വയർ ക്യൂബ് ലോ പ്രകാരം ഒരു ജീവിയുടെ വലിപ്പം ഇരട്ടിയാകുമ്പോൾ അതിന്റെ ഭാരം 8 മടങ്ങായി വർദ്ധിക്കും. അസ്ഥികൂടത്തിന്റെ ബലം. 18 അടി നീളമുള്ള ഒരു മനുഷ്യന്റെ ഭാരം താങ്ങാൻ സാധാരണ മനുഷ്യന്റേതിനേക്കാൾ അസാധാരണമായ കട്ടിയുള്ള അസ്ഥികൾ വേണ്ടിവരും. അല്ലാത്തപക്ഷം സ്വന്തം ഭാരം താങ്ങാനാവാതെ അസ്ഥികൾ ഒടിഞ്ഞുപോകാൻ സാധ്യതയുണ്ട്. ഹൃദയമിടിപ്പ്. ഇത്രയും ഉയരമുള്ള ശരീരത്തിന്റെ അറ്റങ്ങളിലേക്ക് രക്തമെത്തിക്കാൻ ഹൃദയത്തിന് അമിതമായ സമ്മർദ്ദം അനുഭവപ്പെടും. 2. ഫോസിൽ തെളിവുകളുടെ അഭാവം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെന്ന പേരിൽ പലപ്പോഴും ചിത്രങ്ങൾ, ഹോക്സസ് പ്രചരിക്കാറുണ്ട്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും ഫോട്ടോഷോപ്പ് ചെയ്തവയോ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച വലിയ മൃഗങ്ങളുടെ, ഉദാഹരണത്തിന് മാമത്തുകൾ, അസ്ഥികൾ തെറ്റിദ്ധരിക്കപ്പെട്ടതോ ആണെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. 3. ചരിത്രത്തിലെ ഏറ്റവും ഉയരമുള്ള മനുഷ്യൻ. ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ഉയരമുള്ള മനുഷ്യൻ റോബർട്ട് വാഡ്ലോ ആണ്. അദ്ദേഹത്തിന്റെ ഉയരം 8 അടി 11.1 ഇഞ്ചായിരുന്നു. ഹോർമോൺ വ്യതിയാനം, ജിഗാന്റിസം മൂലമാണ് ഇത്രയും ഉയരമുണ്ടായത്. 18 അടി എന്നത് ഇതിന്റെ ഇരട്ടിയോളം വരും. 4. ജാറങ്ങളിലെ 18 അടി നീളം. മുത്തുപേട്ടയിലെ ദർഗയിലേതുപോലെ പലയിടങ്ങളിലും വളരെ നീളമുള്ള ജാറുകൾ കാണാറുണ്ട്. എന്നാൽ ഇത് മിക്കപ്പോഴും ആ വ്യക്തിയുടെ ശാരീരികമായ നീളത്തെയല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ആ വ്യക്തിയോടുള്ള ആദരവിനെയോ സ്പിരിച്വൽ ഗ്രേറ്റ്നസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെയോ അടയാളപ്പെടുത്താൻ നിർമ്മിക്കപ്പെട്ടവയാണ്. ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ വിശ്വാസത്തിന്റെയോ പ്രാദേശിക ചരിത്രത്തിന്റെയോ ഭാഗമായി നിലനിൽക്കുമ്പോഴും മനുഷ്യശരീരത്തിന്റെ ഘടനയും പരിണാമവും വെച്ച് നോക്കുമ്പോൾ 18 അടി നീളം ശാസ്ത്രീയമായി അസാധ്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയുള്ളൂ കാര്യം. അപ്പോൾ 18 അടിയുള്ള ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ, അതൊരു രോഗം കാരണമാണത്രേ, 9 അടി
11 ഇഞ്ച്, ഇനി 10 അടി തന്നെ കൂട്ടാം, ബാക്കി 9 അടിയില്ലേ? ഇത്രയും വലിയ മനുഷ്യൻ ഇവിടെ ജീവിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ഫോസിൽ ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ശാസ്ത്രം പറയുന്നു. പിന്നെ ഇവർക്ക് ശാസ്ത്രമൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല അടിസ്ഥാനം. ഏതായാലും പ്രിയമുള്ളവരെ, ഇതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല. ഒരു പക്ഷേ രാത്രി അയാളുടെ ദേഹത്ത് എങ്ങനെയും മുറിവായിട്ടുണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ബ്ലേഡ് തട്ടിയിട്ടുണ്ടാവുമായിരിക്കാം, എന്താവട്ടെ. പിറ്റേ ദിവസം ആളുകൾ ചോദിച്ചു എന്താ കാക്കേ ഇത് എന്ന് ചോദിച്ചപ്പോൾ അത് ദാവൂദ് ഹക്കീം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്താണ്. ഒലക്കയാണ് കാക്കേ, ഒലക്കയാണ്. അങ്ങനെ ഒന്ന് ഈ ലോകത്ത് എവിടെയും നടന്നിട്ടില്ല, ഇങ്ങോട്ട് നടക്കൂല. നടന്നു എങ്കിൽ അത് സത്യമാണെങ്കിൽ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിലത്തെ 2-3 ആൾ ആ കാക്കാനെയും കൂട്ടി പോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്താണേ മനസ്സിലാവുമല്ലോ. അത് ഓപ്പറേഷൻ ആണോ നടന്നിരിക്കുന്നത്? അത് നമുക്ക് എക്സ്റേ സ്കാനിങ് ഒക്കെ അടിച്ചാൽ കിട്ടും. അത് ഓപ്പറേഷൻ ആണോ നടന്നിരിക്കുന്നത്? ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി മുറിച്ചാൽ പോരല്ലോ, ആ വയറ് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലേ സംഭവങ്ങൾ ചെയ്യണമല്ലോ. എന്തെങ്കിലും നടന്നിക്കണമെന്ന് നോക്കി നോക്കുകയാണെങ്കിൽ. ഇനി എനിക്ക് വിളിച്ച 1-2 ആളുകൾ, ചെറിയ വീഡിയോകളാണ്, ഒരു 5 മിനിറ്റ് ഒരു 3 മിനിറ്റ് 2 ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇവരിത് കർണാടകയിൽ നിന്നാണ് വിളിക്കുന്നത്, സഹോദരന്മാർ വിളിച്ചേനല്ല. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് വിളിക്കുമ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാനാണെങ്കിൽ ആ വീഡിയോ അയച്ചു തന്നാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യാം. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയും വിശ്വസിച്ച് പോരുന്ന ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിൽ ഇങ്ങനത്തെ പരിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഈ പറയപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഒരു മനുഷ്യൻ്റെ സർജറി അത് സ്വപ്നത്തിൽ, ഇനി സ്വപ്നത്തിലല്ലാതെ ഇതിൽ ശബ്ദം കേട്ടു എന്നൊക്കെയാണ് ആ വോയിസ് പറഞ്ഞത്, എങ്ങനെയാവട്ടെ മരിച്ചു പോയ ഒരാൾ ഇൻഖിതാഉൽ അമാലാണ്, അവർക്ക് ഷഹീദായ ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരിക്കൽ കൂടി ഭൂമിയിലേക്ക് തിരിച്ചു പോയിട്ട് ശത്രുക്കളുമായി പോരാടിയിട്ട് ഷഹീദാവണം, ഞങ്ങളെ സംഭവിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞു അങ്ങനെ ഒരു നടപടിക്രമം എനിക്കില്ല, അവസാനിച്ചു പോയി, നിങ്ങൾ ഇനി ഇവിടെ കടന്നോളി എന്നാണ് പറയണത് അല്ലേ. പിന്നെ ഇവർക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഇത് ശുഹദാക്കൾക്ക് ഇനിയൊന്ന് പോയിട്ട് ഷഹീദാകാൻ അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിൽ അങ്ങനെ സംഭവമില്ല. എന്നാൽ ഈ കബറ് കിടക്കുന്ന ആൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ നീച്ചു പോകാൻ, ആരാൻ്റെ മേത്ത് പോയിട്ട് ഇങ്ങനെ കത്തിയും ഒരാളും വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യുക, തുന്നിക്കൂട്ട, എന്തെന്നുണയൊക്കെയാണ് ഈ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എന്തായാലും വിളിച്ച ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞ് എന്നുള്ളത് ഒന്ന് കേട്ട് നോക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭൂലോക തട്ടിപ്പാണ്. ഇല്ലെങ്കിൽ ആ കാക്കാനെയും കൊണ്ട് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആ ഓപ്പറേഷൻ എന്താണെന്നുള്ളത്. ഒരു ബ്ലേഡ് എടുത്തിട്ട് തൊലിപ്പുറം മുറിക്കുക, അല്ലെങ്കിൽ അബദ്ധത്തിൽ എങ്ങനെയെങ്കിലും ഒരു മുറിവുണ്ടാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുറിവ് ആ സ്റ്റിക്കർ ഒട്ടിച്ച് എന്താ ഒന്ന് തുറന്ന് കാണിച്ചു തരാത്ത, അവിടെ സ്റ്റിച്ചിട്ടുണ്ടോ, മുറിവിൻ്റെ വലിപ്പം എത്രയാണ്, മുറിവിൻ്റെ ആഴം എത്രയാണ്, എന്ത് കഥയുള്ള ഒരു കവായതിയില്ലാത്ത ആളുകൾ എന്താ പറയുക, എന്താ ചെയ്യുക. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൻസൂർക്കല്ലേ ഇത്? അതെ, ഇത് ആസിഫ് പറഞ്ഞില്ലേ, കർണാടക. പറയും. വെറുതെ ഇങ്ങനെ വിളിച്ചതാ, നിങ്ങളെ ചാനൽ എപ്പോഴും കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു ഇതയച്ചു തന്നല്ലേ, ഒരു വീഡിയോ അയച്ചു തന്ന, ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു വന്നൊന്ന് ചോദിക്കാന്. നമ്മളെ നാട്ടിൽ ഒരാള് ഇത് ദാവൂദുൽ ഹക്കീം പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തൊരു വിഷയമാണ്. അങ്ങനെ നമ്മൾ പോയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ അയാൾ കാണിച്ചു തരുന്നുണ്ട് ഓപ്പറേഷൻ ആക്കിയ സ്ഥലമെല്ലാം, ഇത് ഓപ്പറേഷൻ ആക്കിയത്. പിന്നെ വീട്ടുകാരെല്ലാം പറയുന്നുണ്ട് നമ്മളെല്ലാം കണ്ടതാണ്. നൈറ്റ് അല്ല നൈറ്റ് ഉറങ്ങുമ്പോ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഇങ്ങനെ എനിക്കുമ്പോ ഇങ്ങനെ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് ഇത് മറ്റേ പരുത്തിയെല്ലാം ചോരെല്ലാം മുക്കിയിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടെല്ലാം ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നു. അല്ല, ചോരയിൽ മുക്കിയ തുണിയല്ല, മുറിയുണ്ട് അവിടെ, മുറിവുണ്ട്. മുറിവ് പറഞ്ഞാല് നമുക്കറിയില്ല, നമ്മളിങ്ങനെ പോയിട്ട് നമുക്കറിയാം അയാൾ ആക്കാന്നല്ലാതെ ദാവൂദുൽ ഹക്കീം ഇനി കബറിന്ന് നീച്ചു വന്നിട്ട് ഇവിടെ മുറിവാക്കൂല. അത് നമുക്ക് ഉറപ്പായിട്ട് അറിയാലോ. അങ്ങനല്ല, നമ്മള് അതില് ഞങ്ങളിങ്ങനെ കാണാൻ ഇങ്ങനെ നമുക്ക് സാഹിബേ എത്ര സ്വഹാബാക്കളാണ് പ്ലേഗ് വന്നിട്ടും വസൂരി വന്നിട്ടും യുദ്ധത്തിൽ മുറിവേറ്റിട്ടും എന്തൊക്കെ അസുഖങ്ങളായിട്ടാണ് ബദ്രീങ്ങൾ മരിച്ചു വീണത്. പ്രവാചകനോ അബൂബക്കർ സിദ്ദീഖുള്ളാഹുനോ അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ കാലശേഷം നീച്ചു വന്നിട്ടുണ്ടോ? എന്തിനാണ് ഇതിന് പിന്നാലെ നടക്കുന്നത്? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചാൽ പോരെ. അതായത് പ്രവാചകൻ വഫാത്തായതിനു ശേഷമാണ് അബൂബക്കർ സിദ്ദീഖുള്ളാഹുനു വഫാത്തായത്. അതിനുശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു.
ഇവരൊക്കെ വഫാത്തായതിനു ശേഷം എത്രയെത്ര സ്വഹാബികളാണ് അവിടെ എന്തൊക്കെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടത്. ആരെങ്കിലും കബറിൽ നീച്ച് വന്നിട്ട് അവിടെ വന്നിട്ട് കത്തിയെടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്തോ? എന്താ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഏതോ ചായല് മോറം വന്നിട്ട് എന്തോ ചെയ്തു എന്നാണ് അതിന്റെ പിന്നാലെ നമ്മൾ എന്തിനാ നടക്കുന്നത്? ഒരാള് ബ്ലേഡ് എടുത്തിട്ട് സ്വന്തം മുറിയാക്കിയിട്ട് ഇത് ദാവൂദുൽ ഹക്കീം കിണാപ്പിച്ചതാന്ന് പറ, അത്രേ ഉള്ളൂ. ദാവൂദുൽ ഹക്കീം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തന്നെ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് തെളിവില്ല. അറിയോ നിങ്ങക്ക്? അറിയില്ല. ദാവൂദുൽ ഹക്കീം ആരാന്ന് നിങ്ങൾ കരുതിക്കണത്? ഞാൻ പറഞ്ഞുതരാം. അവരുടെ മുനാജാത്തില് അവര് ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന മുത്തുപേട്ടയിലെ ഷെയ്ഖിന്റെ കഥ പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കാലത്ത് വന്ന ഒരു ഷെയ്ഖാണ്. അതിന്റെ ദലീൽ എന്താണെന്നറിയോ? അത് സ്വപ്നാണ്. ഏതോ ഒരു മനുഷ്യൻ കന്നുകൂട്ടുന്ന സമയത്ത് എന്തോ കണ്ട് പേടിച്ചു. പിന്നീട് മൂപ്പര് രാത്രി കിടന്നുറങ്ങുമ്പോ മൂപ്പർക്ക് വിറയലും പനി എടുത്തിട്ട് പിന്നീട് ഒരു ജ്യോത്സ്യനെ പോയി കാണുകയാണ്. ആ ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കുകയാണ്, അതവിടെ മൂസാ നബിയുടെ കാലത്തുള്ള ഒരാൾ വടിയും കുത്തി വന്നതാണ്, മൂപ്പരുടെ പേര് ദാവൂദുൽ ഹക്കീമാണ്. എന്താണ് ദലീല്? വഹിയല്ല, അള്ളാന്റെ റസൂല് പറഞ്ഞതല്ല, അള്ളാന്റെ മറ്റൊരു പ്രവാചകന്മാരും പറഞ്ഞതല്ല, മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് എന്നുള്ളതാ. ഇനി ദാവൂദുൽ ഹക്കീമും അല്ല, അതിനൊരു യാഥാർത്ഥ്യമില്ല, അതിന് തെളിവുമില്ല. റസൂലുള്ള ജീവിച്ചിരുന്നു, സഹാബത്ത് ജീവിച്ചിരുന്നു, താബഈങ്ങൾ ജീവിച്ചിരുന്നു, താബഈങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളതെല്ലാം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട തങ്കലിപികളാൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഏർവാടിയിലത്തെ കഥ സ്വപ്നത്തിൽ അടയാളപ്പെടുത്തിയതാണ്. എന്തിനാണ് അതിന്റെ പിന്നാലെ നിങ്ങൾ നടക്കുന്നത്? ഒരാളെ മേത്ത് മുറിയാക്കിയിട്ട് ഏത് ദാവൂദുൽ ഹക്കീം? അങ്ങനെ ഒരു ദാവൂദുൽ ഹക്കീം എന്ന് പറഞ്ഞൊരു കൊണാണ്ടർ ഉണ്ട്, ചെങ്ങിട്ട് വരട്ടെ, മൻസൂർ മണ്ണാർക്കാടിന്റെ അടുത്ത് വരട്ടെ, എന്നിട്ട് എന്റെ രോമത്തുമ എന്തെങ്കിലും ചെയ്തു തരട്ടെ. എന്താ നിങ്ങളൊക്കെ ഈ പറയുന്നത്? വെറുതെ അപ്പൊ നിങ്ങൾക്ക് കർണാടകയിൽ കോൾ വന്നിട്ടുണ്ടല്ലേ ഇതിനെ പറ്റിട്ട്? പിന്നെന്താ, കർണാടകക്കാരിൽ ഏറ്റവും കൂടുതൽ ഇതിന് പിന്നാലെ നടക്കുന്ന ആളുകളാണ്. വെറുതെ ഒരു മനുഷ്യൻ ബ്ലേഡ് എടുത്തിട്ട് മേത്ത് മുറിയാക്കിയിട്ട് ദാവൂദുൽ ഹക്കീം ഡോക്ടർ വന്നു എന്നും പറഞ്ഞിട്ട് വെറുതെ പിരാന്ത് പിച്ചുമ്പയും പറഞ്ഞു. എന്തിനാ അതിന് നടക്കുന്നത്? അങ്ങനെ സംഭവിക്കൂല എന്നുള്ളത് പിന്നെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് നബി ഇന്നേ വരെ കബറിന്ന് പുറത്തു വന്നിട്ടില്ല, ചരിത്രമല്ല. പിന്നെ ഈ പിച്ചുമ്പയും പറയണ പൊട്ടപ്പോയത്തക്കാര് പറയണതുള്ളൂ. മുൻകഴിഞ്ഞു പോയൊരു പ്രവാചകൻ പോലും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകന്മാരെല്ലാം വന്നു എന്നുള്ളത് അത് മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഏതോ പൊട്ടപ്പോയത്തക്കാരൻ എന്തോ പറഞ്ഞു, അതിന്റെ പിന്നാലെ നടക്കല്ല പൊന്നു സഹോദരന്മാരെ. ദീനുൽ ഇസ്ലാം ഇതൊന്നുമല്ല. ഓക്കെ എന്നാ, ഒരു ഡിസ്റ്റർബില്ല, വിഷമമുള്ളത്. ശരി. ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലേ? എന്താണ് ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഇന്നലെ മുഞ്ഞാവും നിങ്ങൾ എന്താണ് പറഞ്ഞത് മനസ്സിലാവുന്നില്ല. മുഞ്ഞാന്ന് രാത്രി. നിങ്ങൾ ആരാണ്? ഞാൻ കർണാടകത്തിനാണ്. എന്താ പേര്? അബ്ദുൽ ഖാദർ. എന്താണ് പറയുന്നത്? എന്താണ് മനസ്സിലാവുന്നില്ല, പറയൂ. അത് പുത്തൂരിലൊരാൾക്ക് ഏത് ഒന്നുണ്ടാ, നമ്മളെ ഷാഹുൽ ഹമീദ് ഒന്ന് ഓപ്പറേഷൻ ആയതറിയോ? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായോ? അല്ല, ചെറിയത് അത് ഒരു ഓപ്പറേഷൻ ആയിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രി. അത് ന്യൂസ് വന്നിട്ടുണ്ടാ? അത് എന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. എന്റെ ഭായി, നിങ്ങള് എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെയ്ത വീഡിയോന്റെ ആണെന്നുണ്ടെങ്കിൽ അത് പറയാ, അല്ലെങ്കിൽ നാട്ടിലൂടെ നടക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ആണെന്ന് എനിക്ക് അറിയില്ല. എന്താണ് നിങ്ങൾ പറയുന്നത് മനസ്സിലാത്തതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ചെയ്തതല്ല. പിന്നെ എന്താണ് ഡീറ്റെയിൽ പറയാണ്ട് എന്നോട് ചോദിക്കുന്നത്? എന്റെ വീട്ടിലത്തെ കാര്യവും നാട്ടിലത്തെ കാര്യമൊക്കെ ആണെങ്കിൽ പറയാം, കർണാടകത്തെ കാര്യം എനിക്ക് എങ്ങനെ അറിയണേ? ശരി. ഇന്നാലും അത് ഈടിലെല്ലാം വന്നിട്ടുണ്ട്. എന്ത്? അത് ഒരു ഷാഹുൽ ഹമീദ് ഓപ്പറേഷനായി, രാത്രി ഓപ്പറേഷനായിട്ട് അയാള് പുത്തൂരിലൊരാൾക്ക് ഓപ്പറേഷനായി. ആരോ ഓപ്പറേഷൻ ആക്കിയത്? അത് ഷാഹുൽ ഹമീദ് വന്നിട്ട് ഓപ്പറേഷൻ ആക്കിയെന്ന് പറയുന്നു. ഷാഹുൽ ഹമീദ്? ഏത് ഷാഹുൽ ഹമീദ്? ഡോക്ടറാണോ? ഡോക്ടർ. അത് ശരി. ഡോക്ടർ വീട്ടിൽ ഓപ്പറേഷൻ ചെയ്യൽ തുടങ്ങിയപ്പോ? വീട്ടിൽ ഓപ്പറേഷൻ ആക്കിയത്. അത് ഞാൻ ചോദിക്കാതെ. അത് ശരി. നമ്മളെവിടെയൊക്കെ ആശുപത്രിയിലാണ് ഓപ്പറേഷൻ നടക്കല്, സർജറി ഒക്കെ നടക്കല് ആശുപത്രിയിലാണ്. ഇതിപ്പോ വീട്ടിൽ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണ്ടോ? അങ്ങനെ ആയില്ല. ഈ ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണേ? അത് ഹോസ്പിറ്റലിലല്ലേ, പൊരയിലല്ലേ, റൂമില് ഓപ്പറേഷൻ ആയില്ല.
ശരി, ഈ ഡോക്ടർ ഏത് ഹോസ്പിറ്റലിൽ എന്ത് MBBS ഡോക്ടറാണോ അതോ ആയുർവേദ ഡോക്ടറാണോ ഹോമിയോ ഡോക്ടറാണോ? അയാള് മരിച്ചിട്ടുള്ള ആള് ഹയാത്തായിട്ട് വന്നിട്ട് ഓപ്പറേഷൻ ആക്കി. മരിച്ചിട്ട് വന്നിട്ട് ഹയാത്തായിട്ട് ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണോ? അതാണ് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞ അപ്പ ചെറിയ കൊടുക്കുക, അങ്ങനെ സംഭവിക്കൂല. അല്ല ഇല്ലേ, അങ്ങനെ സംഭവിക്കൂലേ. അത് അയാള് കത്തി എടുത്തിട്ട് പള്ളക്ക് കുത്തിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയണ സാഹിബേ, മെന്റലാവും. അല്ല ഇതല്ലേ ന്യൂസിലെല്ലാം ഷാഹുൽ ഹമീദ് മരിച്ചു പോയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, അയാളെ എല്ലും പൊടിയും കൂടിയും ബാക്കിയില്ല. ഇല്ല. ആ ആള് കബറിന്ന് നീച്ചു വന്നിട്ട് ഇവിടെ ഏതോ ചങ്ങായിമാരോ ഓപ്പറേഷൻ ചെയ്യാ, ഇവർക്കൊക്കെ എന്താ പിരാന്ത? അമ്മ അത് എനക്കറിയില്ല ഇതിന്റെ എനിക്കും അറിയില്ല, എന്നാ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കും അറിയില്ല. അതല്ല അതെനിക്ക് വന്നിട്ടുണ്ടോ? അത് എന്ന് വന്നിട്ടില്ലേ? അത് വാട്സാപ്പിൽ വന്നിട്ടില്ലേ? ആരെ വാട്സാപ്പില്? എല്ലാരും വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ അന്ധവിശ്വാസികൾ അന്തം വിട്ട് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണ്ടാവും. അതൊന്നും ഞാൻ നോക്കിക്കൊണ്ട് ഇടയ്ക്കല്ല, കേട്ടില്ലേ? ശരി.